2026 ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നത് ഒരു മണ്ടത്തരമാണോ അതോ ഒരു നല്ല തീരുമാനമാണോ? ഇന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് 2026 ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറയുന്നത് വെർത്താണോ എന്നുള്ളത്. ഈ ഒരു ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം ഈ ഒരു വീഡിയോ കണ്ടു കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിന്ത എന്ന് പറയുന്നത് മില്യൺ കണക്കിന് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ പുതിയൊരു കണ്ടന്റ് ക്രിയേറ്റർക്ക് ചാൻസ് ഉണ്ടോ എന്നുള്ളത്. ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിലും വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവൻ കാണുക. ബിക്കോസ് ഇതിൻ്റെ ഉത്തരം എന്തായാലും നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിരിക്കും. മേ ബി ഈ ഒരു 2026 നിങ്ങളുടെ യൂട്യൂബ് ജേണിയിലെ ഒരു ബെസ്റ്റ് ഇയർ ആയി മാറാൻ വരെ സാധ്യതയുണ്ട്. പല ആളുകളും വിശ്വസിച്ചിരിക്കുന്നത് യൂട്യൂബ് എന്ന് പറയുന്നത് വളരെ സാച്ചുറേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ യൂട്യൂബ് എന്ന സാധ്യത തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. എന്നാൽ സത്യത്തിൽ യൂട്യൂബിലെ സാധ്യത കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. 2025 കണക്കുകൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഓരോ മാസത്തിലും ഏതാണ്ട് 2.7 ബില്യൺ ആളുകളാണ് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുള്ളത്. ഇതിൽ മലയാളം ചാനലുകളിൽ തന്നെ വലിയ രീതിയിലുള്ള ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ചാനൽ തുടങ്ങാൻ ലേറ്റ് ആയോ എന്ന് ആലോചിക്കുന്നതിന് പകരം വാല്യുബിളും കൺസിസ്റ്റന്റും ആയിക്കൊണ്ട് എന്തെങ്കിലും പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണോ എന്നാണ് ആലോചിക്കേണ്ടത്. 2025 തന്നെ ഒരുപാട് പുതിയ ചെറിയ മലയാളം ചാനലുകൾ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിനും മില്യൺ കണക്കിന് വ്യൂസൊക്കെ വളരെ ഫാസ്റ്റായി ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സഞ്ജു ആൻഡ് ലക്ഷ്മി എന്ന മലയാളം ചാനൽ വെറും 6 മുതൽ 8 മാസം കൊണ്ട് ഉണ്ടാക്കിയത് 1.6 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെയാണ്. ഈ ചാനലുകളിലൊക്കെ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വ്യൂ ആണുള്ളത്. ഇത്തരത്തിൽ ഒരുപാട് മലയാളം ചാനലുകളാണ് ഈ 2025 ഗ്രോ ചെയ്തത്. ഈ ചാനലുകളുടെയൊക്കെ ഹിസ്റ്ററി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായത് കൊണ്ട് മാത്രമല്ല ഗ്രോത്ത് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് പുതിയ ഐഡിയാസുമായി വരുന്ന ആർക്കും 3 മാസം മുതൽ 6 മാസത്തിനുള്ളിൽ തന്നെ മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ കഴിയും. കാരണം യൂട്യൂബ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് പുതിയ വ്യൂവേഴ്സ് യൂട്യൂബിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. സോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലൂടെ നിങ്ങളുടെ സ്പെസിഫിക് ഓഡിയൻസുമായി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാല്യൂ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്കൊരു സക്സസ് നേടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. കാരണം 2026 ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നത് മലയാളം ചാനലുകൾക്കായിരിക്കും. ഇന്ന് ഒരുപാട് ആളുകൾ യൂട്യൂബിൽ മലയാളത്തിൽ തന്നെ സെർച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2026 മലയാളം ഫോക്കസ്ഡ് ആയിട്ടുള്ള ചാനലുകളെ യൂട്യൂബ് നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്യും. മാത്രമല്ല 2026 ഒരു പുതിയ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യുക എന്നത് മുമ്പത്തേക്കാൾ ഫാസ്റ്റ് ആൻഡ് ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം AI വരവോട് കൂടിയും ഷോർട്സിന്റെ പോസിബിലിറ്റിയിലൂടെയും ഏതൊരു പുതിയ ചാനലുകൾക്കും ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂസും ഉണ്ടാക്കാൻ പറ്റും. പല ഫ്രീ AI ടൂൾസും ഉപയോഗിച്ചുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് അടിപൊളി തംബ്നെയിൽസ് ഉണ്ടാക്കാൻ പറ്റും. ഫ്രീ ആയിട്ട് തംബ്നെയിൽസ് ഉണ്ടാക്കാൻ പറ്റുന്ന AI ടൂൾസിനെ പറ്റി മാത്രം നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് നോക്കിയല്ല ഒരു വീഡിയോയെ യൂട്യൂബ് പുഷ് ചെയ്യുന്നത്. 2026 ഒരു ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് പറയുന്നത് ഒരു മാറ്ററേ അല്ല. യൂട്യൂബ് അൽഗോരിതം കൂടുതൽ നോക്കുന്നത് കാണുന്ന വ്യൂവറിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. സോ നിങ്ങളുടെ വീഡിയോസ് ആളുകൾ കൂടുതൽ വാച്ച് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എൻഡ് വരെ കാണുന്നുണ്ടോ എങ്കിൽ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് നിങ്ങളുടെ ആ വീഡിയോ കൂടുതൽ പുഷ് ചെയ്യും. അതിനിപ്പോൾ നിങ്ങൾക്ക് വെറും 100 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ളെങ്കിൽ പോലും. സോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നല്ല സ്റ്റോറി ടെല്ലിങ്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോസും വിഷ്വൽസും, അതുപോലെ മാക്സിമം റിട്ടൻഷൻ, അതായത് നിങ്ങളുടെ വീഡിയോ പരമാവധി അവസാനം വരെ വ്യൂവേഴ്സിനെ കൊണ്ട് കാണിപ്പിക്കാൻ ശ്രമിക്കുക. ആൻഡ് ബെസ്റ്റ് തംബ്നെയിൽ ആൻഡ് ടൈറ്റിൽ ഇതൊക്കെയാണ്. സോ 2026 ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് വെർത്താണോ? ആക്ച്വലി ഇതിൻ്റെ ഉത്തരം നിങ്ങളെ തന്നെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. കൂടുതൽ പഠിക്കാനും കൺസിസ്റ്റൻ്റായി എക്സ്പെരിമെൻ്റ് ചെയ്യാനും ക്ഷമിക്കാനും നിങ്ങൾ റെഡിയാണെങ്കിൽ യെസ്, 2026 നിങ്ങളുടെ ബെസ്റ്റ് ഇയർ ആയിരിക്കും. അതല്ല, അധികം എഫേർട്ടൊന്നും ഇടാതെ ഇൻസ്റ്റൻറ്റ് ഫെയിം ആണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നോ, യൂട്യൂബ് നിങ്ങൾക്ക് പറ്റിയ പണിയല്ല. കാരണം യൂട്യൂബ് റിവാർഡ്സ്
പേഷ്യൻസ്, ക്രിയേറ്റിവിറ്റി ആൻഡ് വാല്യൂ. സോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ചാനലിൻ്റെ നീഷാണ്. അതായത് നിങ്ങളുടെ ചാനലിൻ്റെ കോർ ഐഡിയ. സോ നിങ്ങളുടെ ചാനലിന് ഒരു പെർഫെക്റ്റ് നിഷ് എങ്ങനെ ചൂസ് ചെയ്യാം എന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോ. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇവിടെ കൊടുക്കാം. സോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ തോട്ടുകൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.